എടാ ഇവിടെ എവിടെങ്ങാണ്ടാ ലൊക്കേഷൻ പറഞ്ഞത്? കണ്ടിട്ട് ഇതാന്ന് തോന്നുന്നു സാംസങ് കുടുംബം. ആടാ ഇത് തന്നെ ഉറപ്പാ. നിനക്ക് എങ്ങനെ മനസ്സിലായടാ? അതുകൊണ്ട് എഴുതി വെച്ചത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടെ കിട്ടുമെന്ന്. ഇത് തന്നെ. ചേടാ ഒന്നും അങ്ങോട്ട് കാണുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. കാണുന്നില്ല ആരെയും. ഒന്നും വ്യക്തമാവുന്നില്ലല്ലോ അങ്ങോട്ട്. നോക്കിയേ ചേട്ടാ, ഞാൻ ഐഫോണിന്റെ ഹോം സ്ക്രീൻ അടിച്ചു പറ്റിട്ടില്ല. അയ്യോ വേറെ ആളായിരുന്നോ? ആരെങ്കിലും കേട്ട് കാണുമോ എന്തോ. എന്തുവാ ചേട്ടാ, സാംസങ് ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്നതായിരുന്നു. ഓ അതിനായിരുന്നു. ബാ കേറി വാ. ആ ബാ ഇരി ഇരി ഇരി. ശരി ബാ നോക്കിയിരിക്കണേ. സാംസങ് കോർണറൊക്കെ പെട്ടെന്ന് പൊട്ട്. കോർണർ അടിച്ചേക്കെ. അല്ല ചേട്ടാ, എന്തായിരുന്നു വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരുന്നേ? അത് ചുമ്മാ വാന നിരീക്ഷണം. എന്തോ മൂന്നിനകത്ത് എന്തോ കരട് പോയി നോക്കാൻ പോയതാ. അല്ല, ഈ വാന നിരീക്ഷണം ഐഫോണിന്റെ വീട്ടിലോട്ടാണോ? ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. അതെ, മുഖം ഇരിക്കുന്നില്ല, ചമ്മിയിരിക്കുന്നു. ഞങ്ങൾ സാംസങ് കുടുംബത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതാണ്. നമ്മുടെ ഈ സാംസങ് കുടുംബം എന്ന് പറയുന്നത് മൊബൈലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കാര്യം ശരിയാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നൂഡിൽസിൽ നിന്ന് പിന്നെ ഓണക്ക മീൻ മറ്റേ വീറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത കാര്യമൊക്കെ ശരിയാ. പക്ഷെ ഇന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരട്ടെ നമുക്ക്. അതില് മൊബൈൽ ഒരു സെക്ഷൻ മാത്രമാണിത്. അല്ല, നമ്മൾ ഈ മൊബൈൽ സെക്ഷൻ ഇന്റർവ്യൂ എടുക്കാനായിട്ടാണ് വന്നത്. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കൊറിയക്കാരല്ലേ? പിന്നെ എങ്ങനെ മലയാളം സംസാരിക്കുന്നേ? കഞ്ഞാ കുഞ്ഞാ കുഞ്ഞാ കഞ്ഞാ കഞ്ഞാ എന്തോന്നറിയോ? ഇല്ല. കൊറിയൻ എന്തോ അറിയോ? ഇല്ല. ചൈന അതറിയോ? ഇല്ല. ജപ്പാൻ നിന്ദ എന്തോന്നറിയോ? ഇല്ല. ബാഹുബലിക്ക് ശേഷം ഞാൻ ഫീഡ് ചെയ്ത പുതിയ ലാംഗ്വേജാ. അതോട്ടിരിക്കട്ടെ, ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ലാംഗ്വേജ് മലയാളം മാത്രമല്ലേ ഉള്ളൂ. അതിലല്ലേ എനിക്ക് പറയാൻ പറ്റുമോ അന്നേരം? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വിൽക്കുന്ന കമ്പനി ഏതാ? 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 ഞാനാ. ഒരു മിനിറ്റ്. അല്ല, ഇതാരാ? ഇത് ഫ്ലിപ്പ്, പുതിയ ഇന്നോവേഷനാ. അല്ല, ഇതിന്റെ പ്രത്യേകത എന്തുവാ? അങ്ങനെ പ്രത്യേകം ചുമ്മാ ഒടിച്ച് മടക്കിയൊക്കെ ഇങ്ങനെ വെക്കാം, അത്രേ ഉള്ളൂ. അത് നീ എന്തിനാ വന്ന ഇങ്ങോട്ട്? എടാ, നമ്മുടെ ഐഫോണിന്റെ ആൾക്കാരെ നമ്മുടെ ഡിസ്പ്ലേക്കും ഗ്ലാസിനും ഒക്കെ വേണ്ടി വന്ന ആളുകൾ നിൽപ്പുണ്ട്. ഐഫോൺ ആണോ? അങ്ങോട്ട് നിൽക്കാൻ പറ, കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ. വെയിറ്റ് ചെയ്യാൻ പറ. പോ, ഇന്റർവ്യൂ എടുക്കുമെന്ന് പറ. നിങ്ങൾ പറ. നമ്മളാണ് ഇപ്പൊ എല്ലാ കമ്പനിയും ഡിസ്പ്ലേ എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ എണ്ണം വന്ന് രാവിലെ തൊട്ട് വീണ്ടും മുമ്പിൽ ക്യൂവാ ഡിസ്പ്ലേക്ക് വേണ്ടി. എന്ത് പറ്റി ബ്രോ? എന്താ വിഷമിച്ചിരിക്കുന്നത്? അത് എന്റെ കുറച്ച് ഫേവറേറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ, ഈ ഫോണിൽ ഡിലീറ്റ് ആയി പോയി. അതിനാണോ ടെൻഷൻ അടിക്കുന്നത്? അതിൽ നമ്മുടെ ഡോക്ടർ ഫോൺ ഡേറ്റ ആപ്പ് ഫോട്ടോ റിക്കവറി ആപ്പ്. അതെന്തോ ഈ ഡോക്ടർ ഫോൺ? ആൻഡ്രോയിഡ് ഡിവൈസിന്റെ ബെസ്റ്റ് ഡേറ്റ റിക്കവറി സൊല്യൂഷൻ ആണ് ഡോക്ടർ ഫോൺ. അതായത് നിങ്ങളുടെ ഫോണിലെ ഡേറ്റ ഡിലീറ്റ് ചെയ്ത വാട്സ്ആപ്പ് മെസ്സേജ്, ഫോട്ടോ, വീഡിയോ, ഓഡിയോ, ഫയൽ ഇതൊക്കെ റിക്കവർ ചെയ്യാം ഡോക്ടർ ഫോൺ വെച്ച്. മാത്രമല്ല, ഫോണിൽ നിന്ന് PC-ലോട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങൾ ചുമ്മാ എന്നെ വെറുതെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുമല്ലോ. ഇതാണ് ഡോക്ടർ ഫോൺ. ഇതിനകത്ത് സീക്രട്ട് സ്പേസ് ഉണ്ട്. ഈ സീക്രട്ട് സ്പേസിനകത്ത് നമ്മുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സീക്രട്ട് ആയിട്ട് വെക്കാം, അതും പിൻ ഉപയോഗിച്ച്. മാത്രമല്ല ഇമേജ് അപ്സ്കെയിൽ ഉണ്ട്, അത് വെച്ച് നമ്മുടെ ഫോട്ടോസ് ഒക്കെ നല്ല മനോഹരമാക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഡീപ് സ്കാൻ ചെയ്ത് ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ്, ഫയൽസ് ഒക്കെ റിക്കവർ ചെയ്യാം. ഉദാഹരണത്തിന് ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫോണിലെ എല്ലാ ഫോട്ടോസിനകത്ത് കാണിക്കും ഇതുപോലെ. മാത്രമല്ല, ഇതിനകത്ത് റീസൈക്കിൾ ബിൻ ഉണ്ട്. ഇത് നമ്മുടെ സാംസങ് ഡിവൈസാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഏതെങ്കിലും ആപ്പിൽ നിന്ന് ഡേറ്റ ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാം. ഉദാഹരണത്തിന് വാട്സപ്പിൽ നിന്ന് ഈ മെസ്സേജ് ഡിലീറ്റ് ആയി കിടക്കുക. ഇത് കാണണമെങ്കിൽ നമ്മൾ നേരെ നമ്മുടെ ആപ്പിലേക്ക് വരിക, ഡോക്ടർ ഫോണിലേക്ക് വരിക. ഇവിടെ നമുക്ക് ഡിലീറ്റ് ആക്കിയ മെസ്സേജ് കാണാൻ പറ്റും ഇതുപോലെ. ഇതൊന്നും പോരാഞ്ഞിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഫയലും ട്രാൻസ്ഫർ ചെയ്യാം. കൊള്ളാലോ ഇത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഒന്ന് കയറി നോക്കിക്കോ, ഉപകാരപ്പെടും. അല്ല, നിങ്ങൾ S22 Ultra അല്ലയോ? ഇവർക്ക് സ്വന്തമായിട്ട് പ്രൊസസർ ഒക്കെ ഉണ്ടല്ലോ, എക്സിനോസ്. എന്നിട്ട് ഫോണിലേതാ വെച്ചേക്കുന്നതെന്ന് അറിയാവോ? സ്നാപ്ഡ്രാഗൺ വല്ലവന്റെ സാധനം. അത് പിന്നെ അന്ന് എക്സിനോസിന് പണിയായപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയത്. ആ കൂടുതൽ മണ്ടാക്കി കേട്ടോ. ഞങ്ങളുടെ എക്സിനോസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് പുതിയ ഫോൺ ഞങ്ങൾ വെക്കും. അതേ ഈ ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് ആരാ? ഞാനാട്ടോ. അപ്പൊ അതിന്റെ ബഹുമാനമൊക്കെ വേണം. ആഹാ, എടാ, ആപ്പിൾ തിരക്കുന്നുണ്ട്. എടാ, അവരോട് പറയാൻ വെയിറ്റ് ചെയ്യാൻ. ഡിസ്പ്ലേ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യണം. അത് അങ്ങനെ അതല്ലടാ, അവനിപ്പോ കർവ്ഡ് ഡിസ്പ്ലേ വേണം. കർവ്ഡ് ഡിസ്പ്ലേയോ? അതിന്റെ അർത്ഥം അടുത്ത വർഷം അവൻ ഏതോ കർവ്ഡ് ഫോൺ ഇറക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഇൻഫർമേഷൻ എല്ലാ ടെക്കുകളെ എല്ലാവരും അറിയിക്കും. നമുക്ക് ഫുള്ള് ലീക്ക് ചെയ്യണം. ഓടി ചെല്ലങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ട. ഓക്കെ. വരൂ, നമുക്ക് സാംസങ് ഫോണിന്റെ എവല്യൂഷൻ കാണണ്ടേ? വരൂ. ഇതാണ് സാംസങ് ഗാലക്സി Y. ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ സ്മരണയുള്ള ഇദ്ദേഹത്തിനോടാണ്. ഇന്നീ കാണുന്ന സാംസങ് ആൻഡ്രോയിഡും ഈ നിലയത്തിന്റെ അടിസ്ഥാനം അദ്ദേഹമാണ്. ആരാ മക്കളെ അത്? കണ്ണോപ്പറേഷൻ ചെയ്ത് കിടക്കുക, അതുകൊണ്ടൊന്നും കാണാൻ വയ്യ. അതെ, റെസ്റ്റ് എടുക്കട്ടെ, ഒരുപാട് സ്ട്രെയിൻ എടുക്കണ്ട. ഈ പുള്ളിക്കാരനെ കണ്ടപ്പോഴേ ഓർത്തെ 10-12 വർഷമായിട്ട് നിങ്ങളുടെ ഫോണിന് ഒരു മാറ്റവും ഇല്ല, ഒരു ഇമ്പ്രൂവ്മെന്റ്സും ഇല്ല. അടുത്ത ആളെ കാണാം. കാണാം. ഈ
ഇത് നമുക്ക് തുറക്കണ്ട, നമുക്ക് അപ്പുറത്ത് പോകാം. അല്ല തുറക്കി കാണട്ടെ. അല്ല അത് ശരിയല്ല, അത് ബീം ഫോൺ അതിനകത്തുണ്ട്. മറ്റേ പ്രൊജക്ട് ആ, വേണം. അയ്യോ അത് കാണാൻ ഭയങ്കര ആഗ്രഹം. വേണ്ട, അതുകൊണ്ട് കുഴപ്പമില്ല, തുറക്കുന്ന. കുഴപ്പമില്ല, വേണ്ട വേണ്ട വേണ്ട. നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഫോണിന്. നല്ല കച്ചവടം ഉണ്ടായിരുന്നു, അകത്തിട്ട് പൂട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇറക്കത്തില്ലായിരുന്നോ? അങ്ങനെയാണ്. ബാബു അങ്ങോട്ട്. പിന്നെ ഒരു കാര്യം, ഇതിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടോ നമ്മൾ ഇറക്കാൻ പോകുന്ന ഒരു ഫോൺ അയ്യോ ആണോ? ലീക്ക് ചെയ്യരുത്. ഇല്ലില്ല. ചെയ്യുവോ? ഇല്ല. അമ്മയുടെ സത്യം സത്യം. സമ്മതം. എന്നാ ഒന്ന് കാണിക്കാം. ഓക്കേ. ഹായ്, ഇത് നിങ്ങൾ തന്നെയല്ലേ? ഡിക്റ്റോ ഡിക്റ്റോ പക്കാ ഡിക്റ്റോ. അതെ അതെ കറക്റ്റ് ആണ്. പക്ഷെ വ്യത്യാസമുണ്ട്. അവന് കോട്ട് ഉണ്ട്, മീൻസ് കവർ മാറി. അത് S23 അൾട്രാ, ഞാൻ S22 അൾട്രാ. അയ്യോ കോട്ടിന് മാത്രം വ്യത്യാസമല്ല, അല്ലാതെ വ്യത്യാസം ഉണ്ട്. എന്തോന്ന്? അതെ, നിങ്ങൾ ഇറങ്ങിയപ്പോ 1,20,000 രൂപ, അവൻ ഇറങ്ങുമ്പോ 1,30,000 രൂപ. നിങ്ങൾക്ക് അറിയാതൊക്കെ അതൊക്കെ നമുക്കറിയാം, വർഷങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളില്ലേ. വാ. ഇനി ഏതാ അടുത്തിട്ട് അങ്ങോട്ട് പോകും. മടക്കോ ചരുവോ എന്തെങ്കിലും ഉണ്ടോ? അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഫോണുകളിൽ ബിഗസ്റ്റ് ഇന്നോവേഷൻ. അയ്യോ അല്ല, ചെറിയ എന്തൊക്കെ ചേഞ്ച് വരുത്തിയുണ്ട്. അപ്പൊ കാണിക്കാം. ടട്ടടാ. സോറി, നിങ്ങൾക്ക് തെറ്റി. തുറന്നു കഴിഞ്ഞാൽ വിശാലമായ ഷോറൂം, ഫുൾ ഡിസ്പ്ലേ ആണ്. ടാബ്ലറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതിരിക്കുമ്പോൾ ഫുൾ ചെറിയൊരു ഡിസ്പ്ലേ കണ്ടോ. ഇതാണ് ഫോൾഡിംഗ് ഫോൺ. അല്ല എന്നാ പിന്നെ ഇങ്ങനെ നോട്ട് സീരീസിനകത്തില്ല പെൻസിൽ വെച്ച് കൊടുക്കത്തില്ലേ, അതേപോലെ ഒരെണ്ണം കുത്തി വെച്ച് കൊടുത്തുവിടായോ? കറക്റ്റ്. അടുത്തൊരു തടി ചെയ്യാം. അടുത്തൊരു തടി കുഴപ്പമില്ല. അടുത്ത മോഡലിനകത്ത് അത് മതി. ക്രെഡിറ്റിങ് തരണം കേട്ടോ. അൾട്രാ, ഈ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. പെൻസിൽ മാത്രം പോരാ, ഈ സൈഡും കൂടെ ഒരു ഡിസ്പ്ലേ ആക്കി തന്നെ. ഇതെന്താ കഥയെല്ലാം പൊട്ടിപ്പൊളഞ്ഞ് നടക്കുന്നേ? അത് പിന്നെ ആൾക്കാർ എണ്ണം കൂടിയപ്പോ പറ്റിയതാണ്. ആ എനിക്ക് മനസ്സിലായി, ഇത് ഇവരുടെ M സീരീസോ A സീരീസോ ആണ്. ചുമ്മാ മോഡലുകൾ നടക്കുമല്ലേ, ഇവർക്ക് പോലും അറിയത്തില്ല ഏതൊക്കെ മോഡലാണ്. അങ്ങനെ പറയൂ. ഞാൻ M21, ഞാൻ M31, ഞാൻ M30S, ഞാൻ M52, ഞാൻ M51, ഞാൻ M21, ഞാൻ M22S. ഞാൻ എന്തുവന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇതൊന്നുമല്ല, നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി പറഞ്ഞ അപ്ഡേറ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ പക്കയാണ്, പക്ക. അപ്ഡേറ്റ് ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ചുമ്മാ ഫോൺ ഉണ്ടാക്കിയിട്ട് അപ്ഡേഷൻ ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യം. ഈ അപ്ഡേഷനെ കുറിച്ച് എന്ത് കാര്യം? ആങ്ങ് കുറയ്ക്കാനോ വല്ലതായിരിക്കും, അതിന്റെ ആവശ്യമില്ലെന്ന്. കൂടി പോയ ഫോൺ കത്തിപ്പോവും, അതല്ലേ ഉള്ളൂ. ഒരു കാര്യമില്ല അതിനൊരു അപ്ഡേറ്റ്. പിന്നെ കുറച്ച് ആർട്സ് ഇട്ട് വിടണം, എന്നാലും ഒരു രസമുണ്ട്. എന്തൊരു അത്യാവശ്യം നിങ്ങൾ ഫോൺ നോക്കുമ്പോഴേ ആർട്സ് ഇട്ട് വിടുമ്പോൾ എന്നാലും ഒരു ത്രില്ലുണ്ട്. ഇത് അവന്മാരല്ലയോ ഇത്? ഒരു മിനിറ്റ് ഇപ്പം വരാവേ. വരണേ. എടാ അമ്മായി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. ഇത് സാധനം കാണിക്കുന്നത്, പോയി കണ്ടിട്ട് വരട്ടെ. എടാ റിയൽമി എമ്മയെ ആക്കിയിട്ട് ഇടിക്കുന്ന ഓടിവാ. രണ്ടവന്മാർ ഇവിടുന്ന് എന്തൊക്കെ ലീക്ക് ചെയ്തിട്ട് പോകാൻ വന്നില്ലയോ? എടാ ഫോണിന്റെ ക്ലിപ്പ് അടിച്ചു കൊണ്ടേ ഇവന്മാരെ.